അജിത്തെ, അനിലും ഐജിയുടെ മകളുമായിട്ടുള്ള ബന്ധം സീരിയസോ ആണോ? ഇതുപോലെ എത്ര? ഒരു കാര്യം ഉറപ്പാണ്, നീയും ഐജിയും തമ്മിലുള്ള ബന്ധം കൃഷ്ണദാസ് അറിഞ്ഞിരിക്കും. അയാൾ മകനെ കൊണ്ട് മനഃപൂർവ്വം ചെയ്യിക്കുന്നതായിരിക്കും. വേണമെങ്കിൽ അവനെ ഞാൻ... വേണ്ട, ഉണ്ടായസം വേണ്ട. അവളുടെ ജീവിതം തകരാതെ നോക്കണം. ആരുമല്ല. പുറത്ത് കേൾക്കില്ല. ചാടിക്കോ. ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ ആരാണെന്ന് അറിയേണ്ട കാര്യം നിനക്കില്ല. എന്താണ് പറയുന്നതെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പറയുന്നത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. നിന്റെ കൂടെ ഉണ്ടായിരുന്ന ആരാണെന്ന് നിനക്കറിയാമോ? അനിൽ, കൃഷ്ണദാസിന്റെ മകൻ. എന്റെയും നിന്റെ അച്ഛന്റെയും ശത്രുവാണ് അയാൾ. അവൻ നിന്നോട് കാണിക്കുന്ന സ്നേഹം സത്യമല്ല. ഇതിനു മുമ്പും ഒരുപാട് പെൺകുട്ടികളെ അവൻ നശിപ്പിച്ചിട്ടുണ്ട്. മോളെ, അവൻ നല്ലവനല്ല. ഇത് ചതിയാണ്. അവൻ നിന്നെ നശിപ്പിക്കും. അങ്ങനെ അവൻ എന്നോട് നിന്റെ അച്ഛനോടും പകരം വീട്ടും. ഹേ മിസ്റ്റർ, നിങ്ങൾ എന്റെ ആരാണ്? എനിക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾക്കെന്താ? പെൺകുട്ടികളെ വളയ്ക്കാൻ ചിലര് ഹീറോയിസം കാണിക്കും, വേറെ ചിലര് പാവത്തും കാണിക്കും, സിമ്പതി കിട്ടാൻ. But this is the first time സഹോദരന്റെ കുപ്പായോട്ട് ഒരാള്. Look here man, ഞാൻ നശിച്ചാലും തന്റെ അടുത്ത് വരാൻ പോകുന്നില്ല. One more thing, may I know who you are? അലക്സാണ്ടർ. എന്റെ അമ്മയോട് ചോദിച്ചാൽ അവര് പറഞ്ഞു തരും ഞാൻ ആരാണെന്ന്. വിജി, എവിടെയായിരുന്നു നീ ഇതുവരെ? സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. ഹോട്ടലിൽ വെച്ചാണ് ഇപ്പൊ എന്റെ സ്പെഷ്യൽ ക്ലാസ്. ഓ, ന്യൂസ് ഇവിടെ എത്തിയോ? എന്നെ സ്നേഹിക്കുന്ന എനിക്കിഷ്ടമുള്ള ഒരാളുടെ കൂടെ ഞാൻ ഹോട്ടലിൽ പോയിരുന്നു. എന്ത് പറഞ്ഞടി? ആരും അത്ര മാന്യരൊന്നും ആകണ്ട. ആരാണ് ഈ അലക്സാണ്ടർ? അമ്മയും അയാളും തമ്മിൽ എന്താ ബന്ധം? കള്ളക്കടത്ത് ഒറ്റിക്കൊടുത്താൽ ഇൻഫോമർക്ക് 20% കിട്ടും. അമ്മ എത്ര % ഇയാൾക്ക് കൊടുക്കുന്നത്? വിജി, പിന്നെ അയാൾക്ക് ഇതിൽ എന്ത് താല്പര്യം? അയാൾ ആര്? എന്റെ സഹോദരനോ? അതെ, നിന്റെ അമ്മ ആദ്യം പ്രസവിച്ചത് അവനെയായിരുന്നു. Anil, I'm not joking. തമാശ കേട്ട് ചിരിച്ചതല്ല, സന്തോഷം കൊണ്ട് ചിരിച്ചതാ. നിനക്ക് സന്തോഷമില്ലേ? അമ്മയാകാൻ പോകുന്നു പറഞ്ഞിട്ടും ഏതൊരു പെണ്ണും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷമായത്. ആട്ടെ, ഞാനെന്താ വേണ്ടത്? അനിൽ എന്താ പറഞ്ഞിട്ടുള്ളത് അത് ചെയ്താ മതി. എന്ത് മാരേജോ? നീ ബോംബെയിൽ വളർന്നെന്ന് പറഞ്ഞിട്ടുണ്ടാ? എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെ, ഉടനെ കല്യാണം. എടി മോളെ, അങ്ങനെ ഞാൻ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എന്റെ ആകപ്രായത്തിലും കൂടുതൽ ഭാര്യമാരായന ഇപ്പൊ എനിക്ക്. വേറെന്തെങ്കിലും വേണോ? ഡോക്ടറെ കാണാൻ പണമോ, കോമ്പൻസേഷനോ, അങ്ങനെ എന്തെങ്കിലും വേണേ പറഞ്ഞോളൂ. ഐ എം റെഡി ടു പേ. എത്ര വേണം? ആവറേജ് ഒരുത്തി കൊടുക്കുന്നത് നിനക്കും തരാം. അതിനപ്പുറത്തേക്കുള്ള കോപ്പൊന്നും നിനക്കില്ലടി. ചൂടാകാതടി, ആലോചിച്ച് സമാധാനമായിട്ട് പറഞ്ഞാൽ മതി. ഓട്ടെ ഞാൻ.
ചരിത്രം വീണ്ടും ആവർത്തിക്കുന്നു അല്ലേ? ഞാൻ ആകെ തളർന്നിരിക്കുകയാണ്. നീ ഇനി എന്നെ വേദനിപ്പിക്കരുത്. ഐ എം സോറി. നിന്നോട് ചെയ്ത തെറ്റിന് ദൈവം തരുന്ന ശിക്ഷയായിരിക്കും. അതിന് നിന്നെ ശിക്ഷിച്ചാ പോരെ? അവളെ കൂടെ ആരോടും പറയാനില്ല. അദ്ദേഹത്തോട് പറയാനുള്ള ധൈര്യവും ഇല്ല. നീ വിചാരിച്ചാൽ അവനെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ സാധിക്കില്ലേ? ഇല്ല, അവൻ കൃഷ്ണദാസിന്റെ മകനാണ്. ഞാൻ പറയില്ല. ഇനി പറഞ്ഞാൽ അവൻ കേൾക്കാൻ പോകുന്നില്ല. ആരുടെ മകനായാലും എങ്ങനെയുള്ളവനായാലും അവളുടെ വയറ്റിലുള്ളത് അവന്റെ കുട്ടിയാണ്. നീ എന്നെ സഹായിക്കില്ലേ? അമ്മയാണെന്ന് വിചാരിക്കണ്ട. അവളെ അനുജത്തിയായിട്ടും കരുതണ്ട. ഒരുപാട് പേരെ സഹായിക്കുന്നവനല്ലേ നീ. നിസ്സഹായ ഒരു വിരുദ്ധ വന്ന് ഭിക്ഷ ചോദിക്കുകയാണെന്ന് കരുതിയാ മതി. ഞാൻ പോകുന്നു. അപ്പച്ചാ, ആരാ ഇത്? ചേച്ചിയമ്മ. അനിൽ എന്നല്ലേ പേര്? കൃഷ്ണദാസിന്റെ മകൻ. എന്നെ അറിയോ? അറിയാം, എല്ലാം അറിയാം. എല്ലാവരും ഇല്ല. അതുപോട്ടെ, വിജയ് എന്ന കുട്ടിയായിട്ട് നിങ്ങൾ എങ്ങനെയാ? അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഉണ്ട്. കാരണം എന്നെയും അവളെയും ചുമന്നത് ഒരേ ഗർഭപാത്രമായതുകൊണ്ട്. പറയൂ, എന്താ നിന്റെ ഭാവം? ഷീസ് പ്രഗ്നന്റ്. നാട്ടിൽ ഇതുപോലെ എത്ര പേര് പ്രഗ്നന്റ് ആവുന്നു? അതിനൊക്കെ ഞാൻ ഉത്തരം പറയണമെന്ന് വെച്ചാൽ? പക്ഷെ ഇതിന് നീ ഉത്തരം പറഞ്ഞേ പറ്റൂ. ഓ, സഹോദര സ്നേഹം. പെങ്ങടെ ഗർഭത്തിന് ഒരു തന്തയെ തിരക്ക് നടക്കുന്ന സഹോദരൻ. ആ സഹോദരന്റെ തന്ത ആരാണ് നായക്കോ ഈ ലോകത്തിന് ഇന്നും അറിയില്ല. ഇതെന്ത് വിക്രമാദിത്യൻ കഥയോ? സ്റ്റോപ്പ് ഇറ്റ്. പണ്ട് തള്ള ചെയ്ത് ഇന്ന് മോള് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. നിങ്ങളുടെ അധോലോക സാമ്രാജ്യത്തിന് പാരമ്പര്യം അനുസരിച്ച് പുതിയ അനന്തരാവകാശം കിട്ടാൻ പോവല്ലേ? നിർത്തറ. നീ പറഞ്ഞതും പരിഹസിച്ചതും മുഴുവൻ ഞാൻ സഹിച്ചു. എന്തുകൊണ്ടാണെന്നോ? അവളുടെ വയറ്റിൽ കിടക്കുന്നത് നിന്റെ കുഞ്ഞായതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഈ നാവ് ഞാൻ പിഴുതെടുത്തനെ. അനിൽ, ഇനിയും സമയം തരാം. ഒന്ന് ആലോചിച്ചു നോക്ക്. അവളുടെ ജീവിതം നീ നശിപ്പിക്കരുത്. ഒന്നും ആലോചിക്കണ്ട. പെങ്ങൾക്ക് വേറെ ആളെ നോക്കിയാൽ മതി. അവളും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല. എനിക്ക് അവളെ അറിയാനും വയ്യ. ഇന്ന് നിനക്ക് ഇവിടെ അറിയില്ല അല്ലേ? ഇന്നല്ല എന്നും എനിക്കറിയില്ല. നിങ്ങളുടെ ഗുണ്ടായിസൊന്നും എന്റെ അടുക്ക് വേണ്ട. പെങ്ങള് പഴിച്ചതിന് വഴി കാണുന്നവനൊക്കെ എടുത്ത് അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. കയർ ഊരി വിടുമ്പോ ഇതൊക്കെ ആലോചിക്കണമായിരുന്നു. നീ അധികം സംസാരിക്കരുത്. ചൂടാകാതെ മിസ്റ്റർ അലക്സാണ്ടർ. കോളേജിൽ ചോരത്തണപ്പുള്ള ധാരാളം ആമ്പിള്ളേരുണ്ട്. അവരുടെ ആരെങ്കിലും വരും കൊച്ച്. സത്യം പറയടി, ആരുടെ കൊച്ച്? അവക്ക് വന്നവന് നിശ്ചയമല്ല.
കുട്ടി ആത്മഹത്യ ചെയ്തു. വിജി സൂയിസൈഡ് ചെയ്തു. അതാണ് വേണ്ടത്. ഒരു ശല്യം കിട്ടിയില്ലേ? അല്ലെ ഞാൻ ചീറ്റ് ചെയ്തു, വഞ്ചകനാണ്, കൊലപാതകയാണെന്നൊക്കെ പറഞ്ഞ് അവള് പറഞ്ഞ ചെറുതിനെ ഏൽപ്പിക്കില്ല. കാര്യം കാണാൻ നമ്മൾ അതും ഇതൊക്കെ പറയണ്ടേ? കല്യാണം കഴിക്കാവുന്നു, മഹാറാണിയാക്കാന്നൊക്കെ പറയും. But she was sincere to you. ആർക്ക് വേണ്ട അവളുടെ സിൻസിയറിറ്റി? അനിൽ, ബി കെയർഫുൾ. അവളുടെ ആളുകൾ വെറുതെ ഇരിക്കുന്നതായിരിക്കണ്ട. ആര്? ഐജിയോ അതോ ദ ഗ്രേറ്റ് അലക്സാണ്ടറോ? ഓ പറയാ. What do you want, Mr. Alexander? എനിക്ക് വിലപ്പെട്ടൊരു ജീവൻ നഷ്ടപ്പെട്ടു. നീ കാരണം. എനിക്കത് തിരിച്ചു വേണം. Will you give it back? Or you want it back? No.
നീ കൂടി തളർന്നാൽ ഞാൻ ആകെ തകർന്നു പോകും. ആശ്വസിക്കാനും ആശ്വസിപ്പിക്കാനും നമുക്കിന്ന് നമ്മൾ മാത്രമേ ഉള്ളൂ. എല്ലാം വിധിയാണെന്ന് വിശ്വസിക്കും. ശ്രമിക്കാതിരിക്കും. കൃഷ്ണദാസൻ എന്താ ഇവിടെ വേണ്ടത്? ഒരു കാര്യം അറിയണം. അനിലിനെ കൊന്നത് നിങ്ങളാണോ അതോ അലക്സാണ്ടറെ കൊണ്ട് ചെയ്യിച്ചതോ? ചെയ്യേണ്ട ഞാൻ തന്നെ ആയിരുന്നു. സത്യം പറയൂ. നിങ്ങൾക്കറിയില്ലേ അലക്സാണ്ടറാണ് അവനെ കൊന്നതെന്ന്? അതിനതൊക്കെ തെളിവുകളില്ല. തെളിവുകൾ എങ്ങനെയുണ്ടാവും? ഭാര്യയുടെ സീമന്തപുത്രനല്ലേ അവൻ? പോകുകയാണ്. അവനോട് ആ അലക്സാണ്ടറോട് പറഞ്ഞേക്ക് കൃഷ്ണദാസ് ആരാണെന്ന് അവൻ അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്ന്. എന്താ ലക്ഷ്മി? എനിക്ക് അവനെ ഒന്ന് കാണണം. ആരെ? അലക്സാണ്ടറെ? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു അമ്മ ഇല്ല. ഞാൻ എന്നും അനാഥനായിരുന്നു. ഇന്നും. ഇതുവരെ ഇല്ലാത്ത ബന്ധങ്ങളുടെ കണക്ക് തീർക്കേണ്ട ബാധ്യത എനിക്കില്ല. കണക്കും കടപ്പാടും ആവശ്യപ്പെട്ടല്ല ഞാനിവിടെ വന്നു. വിജിയുടെ മരണം അവളെ ആകെ തളർത്തിയിരിക്കുകയാണ്. ആ ഷോക്കിൽ നിന്ന് അവളിനി രക്ഷപ്പെടുമെന്ന് സംശയം. അവളുടെ അവസാനത്തെ ആഗ്രഹമാണ് നിന്നെ ഒന്ന് കാണണമെന്ന്. അതുകൊണ്ട് മാത്രമാണ് വരാൻ പാടില്ലെങ്കിൽ കൂടി ഞാൻ വന്നത്. നിനക്കവൾ എന്തായാലും എനിക്കവൾ എന്നും ശക്തിയായിരുന്നു. എന്നെ ഞാനാക്കിയത് അവളായിരുന്നു. എന്നെ അലക്സാണ്ടർ ആക്കിയതും ഈ നിലയിലെത്തിച്ചത് അവർ തന്നെയാണ്. അല്ല, അമ്മ ഉപേക്ഷിച്ചതുകൊണ്ട് മാത്രം ഒരുത്തൻ ക്രിമിനൽ ആകണമെന്നില്ല. ഒരുവന്റെ ബേസിക് ടെൻഡൻസി, ജന്മവാസന, അതാണ് അവനെ ക്രിമിനലാക്കുന്നത്. അതിന് അവളല്ല കുറ്റക്കാരി. എന്നിട്ടും നിന്നെപ്പറ്റി ഓർക്കാത്ത, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും അവൾക്കുണ്ടായിരുന്നില്ല. നീ ഓടിപ്പോയത് അവളുടെ തെറ്റാണ്. അവൾ ഒരു തെറ്റേ ചെയ്തുള്ളൂ. നിന്നെ പ്രസവിച്ചു. അതിന് എത്രയോ ജന്മത്തേക്കുള്ള പ്രായശ്ചിത്വം അവൾ ചെയ്തു കഴിഞ്ഞു. ജീവിതം അത്രമാത്രം അവളെ ശിക്ഷിച്ചു. ആദ്യം നിന്റെ രൂപത്തിൽ, പിന്നീട് ഇപ്പോ വിജി. ഇഷ്ടമുണ്ടെങ്കിൽ വരിക. ഈ ബന്ധത്തിന്റെ ബാധ്യത ചിലപ്പോ പിന്നീട് തീർക്കാൻ പറ്റിയെന്ന് വരില്ല. വരട്ടെ. അവൻ വരില്ല ലക്ഷ്മി. നിങ്ങൾക്കെങ്കിലും അറിയാമോ എന്റെ അച്ഛനാരാണെന്ന്? 4 പേരുടെ മുന്നിൽ വെച്ച് നാട്ടുകാർ കേൾക്കെ എന്നെ മോനെ എന്ന് വിളിക്കണം. മോനെ, മോനെ,
പ്രതീക്ഷിച്ചില്ലല്ലോ. അന്ന് അമ്മയെ കണ്ടപ്പോ എന്തൊരു സന്തോഷായിരുന്നു. എല്ലാ പ്രശ്നങ്ങളും തീർന്ന് എല്ലാവരും ഒന്നിച്ചു ചേരുമെന്ന് ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടു. അമ്മയെന്ന് കേൾക്കുമ്പോ ഓർക്കാനൊരു മുഖം, അത് അവസാനം നഷ്ടായി. അനി, എല്ലാം മറക്കാൻ ശ്രമിക്കുമ്പോ നീയായിട്ടൊന്ന് ഓർമ്മിപ്പിക്കരുത്. യെസ് അലക്സാണ്ടർ, എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും ഈ വീട്ടിലേക്ക് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? കുടുംബവുമായിട്ട് 1 മണിക്കൂർ പ്ലീസ്. ഇറ്റ്സ് ഓൾ റൈറ്റ്. പറയൂ. വാട്ട് യു മീൻ? അലക്സാണ്ടറോട് പറഞ്ഞേരെ, ഈ ഓരോ വീഴ്ചയ്ക്കും അവന്റെ ചങ്കിൽ കുത്തി കൃഷ്ണദാസ് ഇതിന് പകരം ചോദിക്കുമെന്ന്. ഈ ട്രോളർ നിനക്കുള്ളതാണ്. നിനക്കും കുടുംബത്തിനും കഴിയാനുള്ള വക ഇതിന് കിട്ടും. ഇന്നു മുതൽ നീയും ഞാനും തമ്മിൽ ഒരു ബന്ധമില്ല. എന്നെ കാണാനും വരരുത്. KF ഷാൻ കമ്പനിയുടെ പേരിലാണ് എഗ്രിമെന്റും പേപ്പേഴ്സ്. ഞാൻ പോയിക്കോളാം, പക്ഷേ അതിന് 1.5 കോടി രൂപയുടെ ഈ ട്രോളറിന്റെ കോമ്പൻസേഷൻ ആവശ്യമില്ലായിരുന്നു. ആരുടെയും മുന്നിൽ തലവനിക്കാതെ ജീവിക്കേണ്ടത് എങ്ങനെ പഠിപ്പിച്ചു തന്നില്ലേ? അത് മതി. ഐ എം താങ്ക്ഫുൾ. ദീപു, നീ എനിക്ക് സഹോദരനല്ല, വളർത്തുപുത്രനാണ്. മരിക്കുമ്പോൾ നിന്റെ അച്ഛൻ എൻ്റെ കയ്യിലല്ലേ നിന്നെ ഏൽപ്പിച്ചത്. നീ ഇന്ന് വളർന്നു കഴിഞ്ഞു, സ്വന്തം കാലിൽ നിൽക്കാറായി. എൻ്റെ കൂടെ നിൽക്കുന്ന ഓരോ നിമിഷവും അപകടം നിറഞ്ഞതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, അല്ലാതെ സ്നേഹമില്ലാഞ്ഞിട്ടല്ല. എൻ്റെ കൂടെ നിന്ന് നാളെ നീ ഒരു കള്ളക്കടത്തുകാരനാകുന്നത് എനിക്കിഷ്ടമല്ല. നിന്റെ അച്ഛൻ പണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, 100 ഗുണ്ടകളെ നീ ഒതുക്കുമ്പോൾ 1 ഗുണ്ട നിന്നെ ഒതുക്കാനായിട്ട് പിറക്കുമെന്ന്. 100 അടി നീ അടിക്കുമ്പോൾ 1 അടി നിനക്കായി തിരിച്ചു വരുമെന്ന്. കള്ളക്കടത്തിന്റെ കാര്യത്തിൽ ഇന്ന് സത്യമാണ്. ഇറ്റ്സ് ഓൺലി എ ഗ്ലോറിഫൈഡ് ഗുണ്ടായിസം. ഞങ്ങളൊക്കെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. ഇനി പുതിയൊരു തലമുറ അത് വേണ്ട. ഞാനും ഇതൊക്കെ നിർത്തുക. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണെന്ന് കരുതിക്കോളൂ. എപ്പോൾ എന്താവശ്യമുണ്ടെങ്കിലും ചോദിക്കാൻ പഠിക്കരുത്. നീ പറഞ്ഞ സ്നേഹവും സ്വാതന്ത്ര്യവും എന്നും നിനക്കുണ്ടാവും. വരട്ടെ. ആ റിവോൾവറിങ് തന്നേക്കും. ഇനി നിനക്കതിൻ്റെ ആവശ്യമില്ല.